എല്ലാവർക്കും നമസ്കാരം. സ്വയം പുതുക്കുന്ന എഴുത്ത് എന്നുള്ള ഈ പാനൽ ചർച്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളൊപ്പം ഉള്ളത് മലയാളത്തിലെ പ്രധാനപ്പെട്ട 3 എഴുത്തുകാരാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാമനുണ്ണി മാഷൊക്കെ മോഹൻകുമാർ സാറും ഒക്കെ ദീർഘകാലമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. BM ദേവദാസും അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധ പിടിച്ച് നേടിയിട്ടുള്ള ആളുകളാണ് ഇവർ 3 ആളുകളും. അപ്പോൾ ഇവരുടെ രചനാലോകങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഇവരെങ്ങനെയാണ് അവരുടെ എഴുത്തിൻ്റെ വഴികളെ പുതുക്കുന്നത്, നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന 3 എഴുത്തുകാരാണ് ഇവർ. ആ പുതുമ എങ്ങനെയാണ് ഇവരുടെ രചനകളിലേക്ക് കൊണ്ടുവരുന്നതെന്നുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ഈ 1 മണിക്കൂർ സമയത്ത് നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ സ്വയം പുതുക്കുന്ന എഴുത്ത് എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റി ഇവർക്ക് 3 ആൾക്കും എന്താണ് പറയാനുള്ളതെന്ന് കേട്ട ശേഷം മറ്റ് ഇടപെടലുകൾക്ക് പോവാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആദ്യം ഈ വിഷയം ഇവരെങ്ങനെ കാണുന്നു എന്നറിയുന്നതിനായിട്ട് രാമനുണ്ണി മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരായ മോഹൻകുമാർ, ദേവദാസ്, അജീഷ്, സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം സ്വയം പുതുക്കുന്ന എഴുത്ത് എന്നതാണ്. എനിക്ക് തോന്നുന്നു വളരെ ലളിതമായിട്ടുള്ളൊരു ശീർഷകമാണിത്, എന്നാൽ ഏറ്റവും അർത്ഥഗർഭമായിട്ടുള്ളൊരു ശീർഷകമാണ്. ഒരുപാട് തത്വങ്ങൾ, ആശയങ്ങൾ ഈ ലളിതമായിട്ടുള്ള ശീർഷകം സംവഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വയം പുതുക്കുന്ന എഴുത്ത് എന്നുള്ളതിനെ നമുക്ക് വേറെ നിലയ്ക്ക് കാലാനുസൃതമായ എഴുത്ത് എന്ന് വേണമെങ്കിൽ അതിനെ വേറെ നിലയ്ക്ക് പരിഭാഷപ്പെടുത്താം. കാലാകാലം പുതുക്കുന്ന എഴുത്ത്, കാലാകാലം മാറുന്ന എഴുത്ത് എന്നുള്ള വേറൊരു ശീർഷകം കൊടുക്കാം. എന്താണെങ്കിലും സ്വയം പുതുക്കുന്ന എഴുത്ത് എന്നുള്ളതിന് ഈ 3 ശീർഷകമാണെങ്കിലും അർത്ഥം ഒന്നാണ്. അപ്പം അതിൽ വലിയ ഗഹനമായിട്ടുള്ള ആശയമുള്ളത് എന്താ വെച്ചാൽ, എഴുത്ത് കാലത്തിനനുസരിച്ച് പുതുക്കേണ്ടതാണ് എന്നാണ്. കാലത്തെയാണ് എല്ലാ എഴുത്തും അഭിസംബോധന ചെയ്യുന്നത്. കാലത്തിൽ നിന്ന് നിർമുക്തമായിട്ട് ഒരു എഴുത്തും സാധ്യമല്ല. എല്ലാ എഴുത്തുകാരും അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെയാണ് അഭിസംബോധന ചെയ്ത് എഴുതുന്നത്. കാലത്തിന് വേറിട്ട് നിന്നിട്ട് ഒരാൾക്കും എഴുതാൻ പറ്റില്ല. ഇപ്പം ചിലവരെ നമ്മൾ കാലാതീതമായിട്ടുള്ള എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാലും അവരെഴുത്തിന് ശേഷം അത് കാലാതീതമായൊരു മാനത്തിലേക്ക് അഭിസംബോധന ചെയ്താലും അവരെഴുതുമ്പോൾ അവർ കാലത്തിൻ്റെ കാര്യമാണ്, നേരിട്ട് അവർ അഭിസംബോധന ചെയ്യുന്ന കാലത്തെ പറ്റിയിട്ടാണ് എഴുതുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുറേ വർഷങ്ങൾ മുമ്പ് അന്ന് സഹദേവനാണ് എൻ്റെ എഡിറ്ററായിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരോടും അവരവരുടെ കാലത്തെഴുത്തിനെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുതിയത് കാലത്താൽ വിധിക്കപ്പെട്ടവനാണ്. ശരിക്കും എല്ലാ എഴുത്തുകാരും കാലത്താൽ വിധിക്കപ്പെട്ടവരാണ്. ഇതിന്നും നിർമുക്തരായിട്ട് ആരുമില്ല. എന്നാൽ കാലത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് കാലത്തെ അങ്ങട് വിധിക്കാനും നിർണയിക്കാനും സാധിക്കും. MT പറ്റി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, പുള്ളിയുടെ എഴുത്തുകൊണ്ട് ആ കാലത്തിൻ്റെ സ്പന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി അങ്ങോട്ട് നിർണയിക്കാനുള്ളൊരു ശേഷി കാണിച്ചു എന്നതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട തത്വം ഈ ശീർഷകത്തിലുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സമയത്തിൻ്റെ പരിമിതി മാത്രമേ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാലം ആവശ്യപ്പെടുന്ന ഓരോ വിഷയമുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും ഇന്നിപ്പം മനുഷ്യരാശി തന്നെ വല്ലാത്തൊരു ചരിത്ര വിച്ഛേദത്തിലെത്തി നിൽക്കുകയാണ്. പണ്ടത്തെ മാതിരിയില്ല. ഈ മനുഷ്യകുലം തന്നെ മുടിയുമോ? കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, മഹാമാരികൾ കൊണ്ട് മനുഷ്യകുലം തന്നെ മുടിയുമോ എന്നൊരു സന്നിഗ്ധാവസ്ഥയിലേക്ക് ലോകം എത്തി നിൽക്കുന്ന സമയത്ത് കാലം ആവശ്യപ്പെടുന്നുണ്ട് ചില കൃതികൾ. ഇതിനെ അഭിമുഖീകരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ കാലാവസ്ഥ വ്യതിയാനും മഹാമാരിയൊക്കെ സയൻസ് കൊണ്ടും ടെക്നോളജി കൊണ്ടല്ലേ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. സയൻസിൻ്റെ ടെക്നോളജിയും കുഴപ്പം കൊണ്ടൊന്നുമല്ല, മനുഷ്യൻ നന്നാവാത്ത കുഴപ്പം കൊണ്ടപ്പോൾ ബുദ്ധിമുട്ട്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം മാറ്റണമെങ്കിൽ, അതിനെ പ്രതിരോധിക്കണമെങ്കിൽ എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യരും രാജ്യങ്ങളും ഐക്യപ്പെടണമെന്ന് പറഞ്ഞ സമയത്താണ് ട്രംപ് ഇന്ന് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു. ഫോസിൽ ഫ്യൂവലുകളുടെ ഉൽപ്പാദനം വിപുലമാക്കുന്നു. അപ്പോൾ
സാഹിത്യത്തിൽ കൂടെ നമുക്ക് ഈ ബോധമുണ്ടാക്കുകയും മനുഷ്യനെ ഐക്യപ്പെടുത്തുകയും സഹിതമാക്കുന്ന സാഹിത്യത്തിൽ കൂടെ ഇങ്ങനെ പലതും. ഇന്ന് എനിക്ക് തോന്നുന്നത് ഏത് ലാവണ്യവാദി സാഹിത്യകാരനും സാഹിത്യം പ്രതിബദ്ധമാകണമെന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം ഈ കുലം നിന്നാലേ സാഹിത്യം ലാവണ്യമൊക്കെ നോക്കി കൂടും. ഇപ്പം മനുഷ്യൻ സംരക്ഷിക്കപ്പെടാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എഴുത്ത്, കാലത്തിൻ്റെ സ്പന്ദനമേറ്റ ധാരാളം എഴുത്തുകൾ വരുന്നുണ്ട്. മലയാളത്തിൽ വേണ്ട മാതിരി ആയി വന്നിരുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് പെട്ടെന്ന് പറയുകയാണ്. ഇപ്പം എക്കോ പോയട്രി, ക്ലൈമറ്റ് ചേഞ്ച് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. പിന്നെ അമിതാഭ് ഘോഷിൻ്റെ പിന്നെ ഹംഗ്രി ടൈഡ് എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് സ്വാംശീകരിക്കുന്ന ഹംഗ്രി ടൈഡ് അങ്ങനെയുള്ളൊരു പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പുതുക്കൽ ആവശ്യപ്പെടുന്ന എഴുത്തിൻ്റെ ഒരു സാധനം. മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ ടെസ്റ്റമെൻറ്റ്സ്, പിന്നെ ദി ഇയർ ഓഫ് ദി ഫ്ലഡ്, അവർക്ക് നോബൽ സമ്മാനത്തിന് പ്രതീക്ഷിച്ചതായിരുന്നു മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ. ഏറ്റവും പുതിയ പ്രശ്നങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ കിം സ്റ്റാൻലി റോബിൻസൻ്റെ പിന്നെ അത് വളരെ ഒരു സയൻറ്റിഫിക് ഫിക്ഷൻ മാതിരി വരുന്ന ഈ നോവല്, പിന്നെ എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പിന്നെ ദി മിനിസ്ട്രി ഓഫ് ദി ഫ്യൂച്ചർ. എങ്ങനെയാണ് നമ്മളുടെ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ടായിട്ട് ഇതിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുകയെന്നുള്ള ഒരു വിഷ്ഫുൾ തിങ്കിങ് ആണ്, പക്ഷെ വലിയൊരു മാർഗനിർദ്ദേശം തരുന്നതാണ്. ഇങ്ങനെയുള്ള പുതുക്കലുകളുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ പുതുക്കുന്നവരാണ്. ഇപ്പോൾ മോഹൻകുമാർ ഉഷ്ണരാശിയിൽ നിന്ന് മാറിയിട്ട് ഉരുവാകുമ്പോഴേക്ക് വേറെ ഉലയാവുന്ന സമയത്തേക്ക് പിന്നെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തവർ, അവരെയൊക്കെ കൊണ്ടുവരുന്നത്. കാരണം ചരിത്രം തന്നെ എന്നൊരു അധികാര ഭാഷയായി മാറുമ്പോൾ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു പുതുക്കലാണ്. ഇങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വാക്കുകളും ഭാഷകളും സംസ്കാരത്തിലും പുനരുൽപ്പാദിപ്പിക്കുന്നു. ദേവദാസ് ആണെങ്കിൽ പിന്നെ ചെപ്പും പന്തും എന്നുള്ള ഇരകളുടെ ഒരു ഇരകളാക്കപ്പെടുന്നവരുടെ പ്രാതിനിധ്യമാണ് വഹിക്കുന്നത്. പിന്നെ അവസാനത്തെ മറ്റേ നോവലിൻ്റെ അതെ അത് പ്രകാശനം ചെയ്ത നോവൽ അല്ല, മറ്റേ ഏറിലും ഇങ്ങനെയാണ് വരുന്നത്. അത് വേറൊരു നാടോടിക്കഥ രൂപത്തിലാണ് വരുന്നതെന്ന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഞാനിതൊക്കെ പരാമർശിച്ച് വരുന്നത് എൻ്റെ കാര്യം എടുക്കാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനും ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് സ്വയം പുതുക്കാൻ വേണ്ടിയിട്ട്. സൂഫി പറഞ്ഞ കഴുത എഴുതിയ കാലത്തെ മല്ല. ഇപ്പോൾ എനിക്ക് ഗ്രേറ്റ് ഏച്ചിയെ കാണണമെന്ന് ഇപ്പം ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. അത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യുന്ന പലരും പറഞ്ഞ മലയാളത്തിൽ ആദ്യ കഥയാണ്. ഗ്രേറ്റ തുൻബർഗിനെ നമ്മൾ കബനി എന്ന് പറഞ്ഞ സമയത്ത് പറയണേ, ഒരു 8 മിനിറ്റായി പറയണം. കബനി എന്ന് പറഞ്ഞൊരു കുട്ടി, വയനാട്ടിലൊരു കുട്ടിയാണ്. ഗ്രേറ്റ തുൻബർഗിനൊക്കെ വായിച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ട് പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഇറങ്ങാണ്. അവർക്ക് മസ്തിഷ്ക ജ്വരം വരുന്ന സമയത്ത് എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണണേ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൂട്ടിയിട്ട് ഗ്രേറ്റ തുൻബർഗ് വയനാട്ടിൽ വരുന്നതാണ് ആ കഥയായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഗ്രേറ്റേനെയൊക്കെ നമുക്ക് സ്വന്തം ചേച്ചിമാരി അറിയാൻ പറ്റും. ഇത് സ്വയം പുതുക്കലാണ്, ലോകം ഒന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ എടശ്ശേരിക്കാർ എന്നുള്ളതിൽ നഷ്ടപ്പെട്ടു പോകുന്ന നവോത്ഥാന മൂല്യങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടേ നമുക്ക് ഇന്നത്തെ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എടശ്ശേരിയുടെയൊക്കെ എല്ലാ കൃതികളിലുള്ള ആശയങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അതിൻ്റെ അകത്തുണ്ട് എന്നുള്ള അതിൻ്റെ രസം. അത് നമ്മൾ വേണ്ട മാതിരി പിന്നെ എത്നിക്കായിട്ടുള്ള കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിന് എതിരായിട്ടുള്ള ആശയമാണ് ഇസ്ലാമിൻ്റെ വൻമലയിലുള്ളത്. പിന്നെ തെറ്റായ വികസനത്തിനെതിരായിട്ടുള്ള ആശയമാണ് കുറ്റിപ്പുറം പാലത്തിലുള്ളത്. കുടിയൊഴിക്കപ്പെടുന്നവർ എന്നുള്ളതിൽ അഭയാർത്ഥികളുടെ പ്രശ്നമാണ് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നു. അതിൻ്റെ അകത്ത് പിന്നെ ഇപ്പോൾ ഒടുക്കം അതിൻ്റെ അകത്ത് പാൻഡമിക് ആൻഡ് എക്സ്ട്രാ പവേഴ്സ് ഓഫ് ഗവൺമെൻറ്, ഈ സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷനുള്ള സമയത്ത്, ഇപ്പോൾ മഹാമാരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ രാജ്യ നേതാക്കന്മാർ കാണിച്ച തോന്നിവാസം നമ്മൾ മറക്കാറായിട്ടില്ല കേട്ടോ. മാസ്ക് ഒക്കെ അഴിച്ചു വെച്ചാലും എന്താണ് അവർ സ്വയം ലാഭമുണ്ടാക്കുകയും നമ്മുടെ പ്രൈവസിയും കൂടി ഈ സ്റ്റേറ്റ് ഓഫ് എമർജൻസി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിയന്ത്രിക്കുകയും ചെയ്താണ്. സ്നോഡനൊക്കെ അതിനെ പറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് സെസക്ക് കുറച്ച് പിന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ് ഓഫ് എമർജൻസിയിൽ കുറച്ച് നിയന്ത്രണമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൽ പിന്നെ ഈ എടശ്ശേരിക്കാർ വേണ്ട സെസക്കെ വേണ്ട, മഹാമാരിയുടെ പേരും പറഞ്ഞ് സർക്കാരുകളുടെ തോന്നിയാസിന് കൂട്ടിക്കണ്ട ഐക്കാരം ബാവുട്ടിയാക്കിക്കൊണ്ട് മോന്തയ്ക്കൊന്ന് തരിപ്പിക്കൂട്ടാന്നാണ് പറയുന്നത്.
പൊന്നാനിക്കാരുടെ ഭാഷയിൽ സെസക്കിനോട് വർത്താനം പറയാം. ഇതൊന്നും നമുക്ക് പണ്ട് ആലോചിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മളൊക്കെ ഒരു ഗ്ലോബൽ ആവുകൊണ്ട് സെസക്കും ബ്രൗണാലോത്തൂരൊക്കെ നമ്മളെ ഇടയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു സ്വയം പുതുക്കലിൻ്റെ ചില പരിശ്രമങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവസ്ഥകളോട് പ്രതികരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഇവാക്വേറ്റ് എന്നുള്ള എൻ്റെ കഥയിൽ ബ്രൂണോ ലാത്തൂരിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതായത് ഹ്യൂമൻ ഷുഡ് എവാക്വേറ്റ് ദി ഗ്ലോബ്. മനുഷ്യന്മാർ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ഇവാക്വേറ്റ് ചെയ്ത് പോകണം, എന്നാലേ മറ്റ് ജീവജാലങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യൻ്റെ നീചതരം കൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് പൊറുതിയില്ലാതെയായിട്ടുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ബ്രൂണോ ലാത്തൂർ സത്യത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ബ്രൂണോ ലാത്തൂരിന് ഈ ആശയുണ്ട്, ഇങ്ങനെ ഒരു പുസ്തകം എഴുതി. എല്ലാവരും ബ്രൂണോ ലാത്തൂരിൻ്റെ ഹ്യൂമൻ ഷുഡ് എവാക്യുവേറ്റ് ദി വേൾഡ് എന്നുള്ള പുസ്തകം അവിടെ ഞാൻ തപ്പിയടക്കൽ തുടങ്ങി. അങ്ങനെ ഒരു പുസ്തകം ഇല്ല, പക്ഷേ ബ്രൂണോ ലാത്തൂരിന് എഴുതാവുന്ന ഒരു പുസ്തകം അത്. കാരണം ബ്രൂണോ ലാത്തൂരിന് ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാലത്തിനനുസരിച്ചുള്ള ഒരു പുതുക്കാനുള്ള ശ്രമമാണ്. സയൻസ് വരണം. ഇന്ന് നമ്മൾ കൂടുതൽ പുതുക്കേണ്ട ഒരു മേഖല സയൻസാണ്. നമ്മൾ ശ്വസിക്കുന്നതും വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും ഒക്കെ സയൻസാണ്. അതിനനുസരിച്ച് നമ്മളെ മലയാള സാഹിത്യത്തിൽ വരുന്നില്ല. എന്നെക്കൊണ്ട് കഴിയണമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, പലരും നോക്കുന്നുണ്ട്. പക്ഷേ ആ സയൻസിൻ്റെ അഭിസംബോധന ചെയ്യാതെ സാഹിത്യം സയൻസിനെയും കൂടിയും സംഭവിക്കണം. മലയാള യൂണിവേഴ്സിറ്റി അതിനുണ്ടാക്കിയതാ എല്ലാ വിജ്ഞാന ശാഖകളും മലയാളത്തിൽ കൂടെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു കുട്ടി ഇരിക്കുന്നുണ്ട്, മലയാള യൂണിവേഴ്സിറ്റിയുടെ സാഹിത്യരചന പഠിക്കുന്ന കുട്ടിയുമുള്ള ശിഷ്യ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്, മലയാള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സ്വയം പുതുക്കൽ അനിവാര്യമാണ്. ഇപ്പം തന്നെ കുറച്ച് അധികം സമയം എടുത്തോ സംശയം, നമുക്ക് എല്ലാവരും അഭിപ്രായങ്ങളും അറിയാം. ഉഷ്ണരാശിയിലൂടെയും പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണിലൂടെയും ഇപ്പോൾ അവസാനമായിട്ട് നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്ന പുസ്തകത്തിലൂടെയും നമുക്ക് സുപരിചിതനായിട്ടുള്ള മോഹൻകുമാർ സാർ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. എഴുത്തിലെ കല ശരിക്കും പുതുക്കിപ്പണിയലാണ്. അതാണ് ഈ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ എഴുത്തിലും ഭാഷയുടെ പുതുക്കിപ്പണിയൽ, ക്രാഫ്റ്റിൻ്റെ പുതുക്കിപ്പണിയൽ, പ്രമേയത്തിൻ്റെ പുതുക്കിപ്പണിയൽ. ഈ പുതുക്കിപ്പണിയലിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ കൃതിയും ഓരോ രചനയും, അത് കവിതയായാലും കഥയായാലും നോവലായാലും നാടകമായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ മലയാളത്തിൽ ഏറ്റവും അധികം വിസ്മയിപ്പിച്ചിട്ടുള്ള 2 പുതുക്കിപ്പണിയലുകാർ, ഒന്ന് കവിതയുടെ കാര്യത്തിലെ കുമാരനാശാനാണ്. കുമാരനാശാനെ പോലെ ഇത്രയും അതുവരെ ഉണ്ടായിരുന്ന ഒരു കാവ്യ സബരിക്ക് മുഴുവനും വല്ലാത്തൊരു പുതുക്കിപ്പണിയലുണ്ടാക്കിയ ഒരു കവി മലയാളത്തിൽ വേറെയില്ല. ഒരു വല്ലാത്തൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു മലയാള കാവ്യ സാഹിത്യത്തിൽ. ഭാഷയുടെ കാര്യത്തിലും പ്രമേയത്തിൻ്റെ കാര്യത്തിലും പദ ലാവണ്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വല്ലാത്തൊരു പുതുക്കിപ്പണികൾ നടത്തിയാണ് കുമാരനാശാൻ ശ്രദ്ധേയനാവുന്നത്. അതുപോലെ തന്നെ ഗദ്യസാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മഹാത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന പുതുക്കിപ്പണികൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ നടത്തിയത് ഒ. വി. വിജയനാണ്. അപ്പോൾ നമ്മൾ മലയാള നോവൽ സാഹിത്യത്തിന് ഒരു അതിർവരം വിടുകയാണെങ്കിൽ നമുക്ക് ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് മുൻപും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് പിമ്പും എന്ന രീതിയിൽ ഒരു വേർതിരിവ് നമുക്ക് വേണ്ടി വരും. കാര്യം പ്രമേയപരമായിട്ട് ഭാഷയിൽ, ക്രാഫ്റ്റിൽ, എല്ലാത്തിലും, വിഷ്വൽസിൽ, അതിൻ്റെ ഒരു ദർശനപരതയിലുമൊക്കെ വല്ലാത്തൊരു പുതുക്കിപ്പണികൾ നടത്തിയൊരു നോവലായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം. പക്ഷേ ഇത് ഞാൻ എടുത്തു പറയുന്നെങ്കിൽ പോലും എല്ലാവരും പുതുക്കിപ്പണിയുന്നുണ്ട്, എല്ലാ എഴുത്തുകാരും പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുതുക്കിപ്പണിയാതെ ഒരു സാഹിത്യ രചനയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല, ഒരു എഴുത്തുകാരനും സർവൈവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഈ പുതുക്കിപ്പണികൾ ശരിക്കും പറഞ്ഞാൽ 2 വിധത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് രാമനുണ്ണി ആദ്യം സൂചിപ്പിച്ചത്, സ്വാഭാവികമായ പുതുക്കിപ്പണിയൽ അല്ലെങ്കിൽ കാലികമായിട്ടുള്ളൊരു പുതുക്കിപ്പണിയൽ. ഈ കാലികമായിട്ടുള്ള പുതുക്കിപ്പണിയൽ അല്ലെങ്കിൽ സ്വാഭാവികമായ പുതുക്കിപ്പണിയൽ കൂടാതെ ബോധപൂർവമായ പുതുക്കിപ്പണിയലുണ്ട്. അത് എഴുത്തുകാരൻ ബോധപൂർവം നിർവഹിക്കുന്നതാണ്. ഈ 2 രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സാഹിത്യത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെയും പുതുക്കിപ്പണിയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികം എന്ന് പറയുമ്പോൾ അതൊരു കാലഘട്ടത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. ഓരോ എഴുത്തുകാരനും എഴുതുന്നത്, അത് കവിതയായാലും കഥയായാലും നോവലായാലും, ഓരോ എഴുത്തുകാരനും എഴുതുന്ന അവൻ്റെ കാലഘട്ടത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ബോധത്തിൽ നിന്നാണ്. ഞാൻ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ ചുറ്റും നടക്കുന്ന കാഴ്ചകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണുന്ന, ഞാൻ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ വിഹ്വലപ്പെടുത്തുന്ന കാഴ്ചകൾ,
അതെനിക്ക് തരുന്ന ബോധ്യങ്ങൾ, എൻ്റെ നിലപാടുകൾ, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എഴുത്തായിട്ട് രൂപപ്പെടുന്നത്. ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്ന ദക്കാർത്തയുടെ വളരെ പ്രശസ്തമായൊരു വാചകമുണ്ട്. കാര്യം ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ചിന്തയാണ് ശരിക്കും എന്നെ എക്സിസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പം സാഹിത്യത്തിലും ശരിക്കും ദക്കാർത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് ദെർഫോർ ഐ ആം തന്നെയാണ് ഓരോ എഴുത്തുകാരനും അവൻ ചിന്തിക്കുന്നതിലൂടെയാണ് അവൻ എഴുത്തുകാരനായിട്ട് അല്ലെങ്കിൽ എഴുത്തുകാരിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചിന്ത, എൻ്റെ നിലപാട്, എൻ്റെ കാഴ്ചപ്പാട്, ഇതെല്ലാം തന്നെയാണ് എഴുത്തിൻ്റെ പ്രമേയമായിട്ട് വരും. അവിടെ കാലത്തിൻ്റെ വല്ലാത്തൊരു ഇടപെടലുണ്ട്. കാലം ഈ രചനയെ മാത്രമല്ല എഴുത്തുകാരനെ പരിവർത്തനപ്പെടുത്തുന്നുണ്ട്. അത് കാലത്തിൻ്റെ ഒരു പ്രക്രിയയാണ്, അതൊരു അനിവാര്യതയാണ്. അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പുതുക്കിപ്പണിയിലാണ്. പിന്നെ രണ്ടാമത്, ബോധപൂർവം പുതുക്കിപ്പണിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ വളരെ ലളിതമായൊരു ഉദാഹരണം പറയാം. രാമനുണ്ണി ഒരു കട്ടിൽ പണിയുന്നു. രാമനുണ്ണി പണിയുന്ന അതേ കട്ടിലിൻ്റെ അതേ അളവിൽ, അതേ വലിപ്പത്തിൽ, അതേ ഡിസൈനിൽ ഞാനും ഒരു കട്ടിൽ പണിയുന്നു. VM ദേവദാസ് ഒരു കട്ടിൽ പണിയുന്നു. 3 കട്ടിലുകൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് രാമനുണ്ണിയുടെ കട്ടിലും VM ദേവദാസിൻ്റെ കട്ടിലും എൻ്റെ കട്ടിലും തിരിച്ചറിയുക? ഇവിടെ ഈ കട്ടിലെന്ന് പറയുന്ന ആ ഒരു ക്രാഫ്റ്റിലേക്ക് ആ ക്രാഫ്റ്റ്മാൻ്റെ അല്ലെങ്കിൽ കാർപ്പൻ്ററുടെ എസ്തെറ്റിക്സ് കടന്നു വരുമ്പോഴാണ് ആ കട്ടിലിനെ ഒരു വ്യത്യസ്തമായ ഒരു ഉൽപ്പന്നമായിട്ട് മാറ്റുന്നത്, അല്ല നമ്മളെ ആകർഷിക്കുന്ന ഒരു കട്ടിലാക്കി അതിനെ മാറ്റുന്നത്. ഇപ്പം ഞാൻ തന്നെ എഴുതുന്നു. ഞാനൊരു 5 നോവൽ എഴുതി. 5 നോവലും ഒരേ അളവിൽ, ഒരേ വലിപ്പത്തിൽ, ഒരേ കട്ടിലുകളായിട്ട് ഞാൻ പണിത് വെച്ചാൽ എൻ്റെ 5 നോവലുകൾ നിങ്ങൾ വായിക്കേണ്ട കാര്യം എന്താണ്? അവിടെയാണ് എഴുത്തുകാരൻ ചിന്തിക്കുന്നത്, ഞാൻ ആദ്യം എഴുതിയ രചനയിൽ നിന്നും എന്ത് പുതുക്കിപ്പണിയിലാണ് എൻ്റെ അടുത്ത രചനയിൽ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും പുതുക്കിപ്പണിയലിന് വേണ്ടി ഒരു തയ്യാറെടുപ്പിന് നിർബന്ധിതനായി തീരുകയാണ്. കാര്യം അങ്ങനെ ഒരു തയ്യാറെടുപ്പ്, ഒരു പുതുക്കിപ്പണികൾ ഞാൻ എൻ്റെ 2ാമത്തെ രചനയിലും 3ാമത്തെ രചനയിലും 4ാമത്തെ രചനയിലും ഞാൻ നിർവഹിക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ ഓരോ രചനകളും നിങ്ങൾ വായിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഒരു രചന മാത്രം വായിച്ചാൽ പോരെ. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? സാഹിത്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിതമാണ്, അല്ലേ? ജീവിതവും കലയും കൂടെ ചേർന്നാണ് ഈ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതമാണ് ശരിക്കും എക്കാലവും സാഹിത്യത്തിന് വിഷയമായിട്ട് വരുന്നത്. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മാനുഷിക വികാരങ്ങളാണ്. എല്ലാ സാഹിത്യകൃതികൾക്കും സ്ഥായിയായിട്ടുള്ളത് മാനുഷിക വികാരങ്ങൾ തന്നെയാണ്. ഏറിയ കുറഞ്ഞ തോതിൽ ഏതെങ്കിലും ഒരു സ്ഥായിയായ വികാരത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും ഒരു സാഹിത്യകൃതി ഉണ്ടാകുന്നത്. ഇപ്പം ചങ്ങമ്പുഴയുടെ വാഴക്കുല നമ്മൾ എടുക്കുകയാണെങ്കിൽ ദൈന്യത്തിൻ്റെ ലാവണ്യവൽക്കരണമാണ് അതിൽ നടക്കുന്നത്. ദൈന്യം എന്ന് പറയുന്ന ഒരു സ്ഥായി ഒരു വികാരം അതിനകത്തുണ്ട്. അതുപോലെ ഓരോ കൃതിക്കും ഓരോരോ സ്ഥായിയായ വികാരമുണ്ട്. ഇപ്പം വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ്, ഗോഡ്സെയുടെ ക്രൗര്യത്തിൻ്റെ ഒരു ലാവണ്യവൽക്കരണമാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഓരോ രചനയ്ക്കും അതിൻ്റെതായിട്ടുള്ളൊരു ലാവണ്യവൽക്കരണം, അതിൻ്റെതായിട്ടുള്ളൊരു ഭാവം, അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥായിയായ വികാരം അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യകാല രചനകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നമ്മൾ വായിച്ചാൽ ഇത് നമുക്ക് കിട്ടത്തില്ലേ? പിന്നെ എന്തിനാണ് പുതിയകാല രചനകൾ വായിക്കുന്നത്? അങ്ങനെ മഹാഭാരതവും ബൈബിളും ഒക്കെ വായിച്ചാൽ പോരെ? അവിടെയും മനുഷ്യാവസ്ഥകളുണ്ട്, മനുഷ്യരുടെ വികാരങ്ങളുണ്ട്, വികാരങ്ങളുടെ ആവിഷ്കാരങ്ങളുണ്ട്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ എഴുത്തുകാരനും നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഓരോ എഴുത്തുകാരനും വേറിട്ട രീതിയിൽ ഈ മാനുഷിക വികാരങ്ങളെ പുതുക്കി പണിതുകൊണ്ടേയിരുന്നാൽ മാത്രമേ അയാളുടെ എഴുത്തിന്, അയാളുടെ രചനയ്ക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. അതിനെ കാലത്തെ അതിജീവിക്കുകയുള്ളൂ. തൻ്റെ രചന കാലത്തെ അതിജീവിക്കണം എന്ന് ബോധ്യമുള്ള ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും തൻ്റെ രചനയെ പുതുക്കി പണിതുകൊണ്ടേയിരിക്കും. അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിതിനെ സാങ്കേതികത ഇതിൽ നിന്ന് മാറ്റി നിർത്തി വേണം ചിന്തിക്കാനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം സാങ്കേതികത വരുത്തി വെച്ച വലിയൊരു പ്രശ്നം നമ്മൾ ഈ ഇടയ്ക്ക് അനുഭവിച്ചതാണ്. ടോക്കിയോയിൽ 170ാമത് അഗുദാഗാവ പ്രൈസ് ഈ ഇടയ്ക്ക് പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് റീ കുദാൻ എന്ന് പറയുന്നൊരു 34-കാരിക്കാണ്. അവരുടെ സിമ്പതി ടവർ ടോക്കിയോ എന്ന കൃതിക്കാണ്, നോവലിനാണ് ഈ പുരസ്കാരം കിട്ടുന്നത്. പുരസ്കാരം കിട്ടി ഈ കൃതിയെക്കുറിച്ച് ഒരുപാട് ചർച്ചാ വിഷയമായപ്പോഴാണ് പൊതുവേദികളിൽ ചർച്ച വരുന്നു. ഈ കൃതിയിൽ അധികവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഴുതിയതാണ്, നിർമ്മിത ബുദ്ധി എഴുതിയ ഭാഗങ്ങളാണ് നോവലിൻ്റെ അധിക ഭാഗവും. ഇത് പുതുക്കിപ്പണിയലാണോ? ഞാൻ എന്നോട് അംഗീകരിക്കുന്നില്ല. ഇതൊരു പുതുക്കിപ്പണിയലല്ല. എഴുത്തുകാരൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതുക്കിപ്പണിയൽ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പുതുക്കിപ്പണിയൽ ഉണ്ടാകുന്നത്. നമ്മളൊരു വിപണന മൂല്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ടെക്നോളജിയെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പുതുക്കിപ്പണിയൽ, അത് അല്ലെങ്കിൽ ഒരു പരീക്ഷണം, അതിനെ നമുക്കൊരു സാഹിത്യത്തിലെ അല്ലെങ്കിൽ ഒരു കലാരൂപത്തിലെ പുതുക്കിപ്പണിയൽ എന്ന് പറയാൻ കഴിയത്തില്ല.
ഒടുവിൽ ഈ റീകുദാനെ ഒരു പത്രസമ്മേളനം വിളിച്ച് സമ്മതിക്കേണ്ടി വന്നു. എൻ്റെ നോവലിൽ 5% GP ചാറ്റ് പോലുള്ള ഒരു ആപ്പ് ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണ്, ഞാൻ എഴുതിയതല്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഞാൻ എഴുതാത്തൊരു ഭാഗം, ഒരു രചന എങ്ങനെയാണ് എൻ്റെ ഒരു പുതുക്കിപ്പണിയലായി തീരുന്നത്? അപ്പോൾ ശരിക്കും ജൈവികമായിട്ട് അത് സംഭവിക്കുകയാണ് വേണ്ടത്. പുതുക്കിപ്പണിയൽ എന്ന് പറഞ്ഞാൽ വളരെ ജൈവികമായിട്ട്, ബയോളജിക്കലായിട്ട് അത് സംഭവിക്കണം. അതിനൊരു ഓർഗാനിക് യൂണിറ്റി ഉണ്ടാവണം, ആ രചനയ്ക്ക് ഒരു ഓർഗാനിക് യൂണിറ്റി ഉണ്ടാവണം. അതിന് ഓരോ എഴുത്തുകാരനും ബോധപൂർവം ശ്രമിക്കണം. അതോടൊപ്പം കാലത്തിൻ്റെ ആയിട്ടുള്ള ഇടപെടൽ കാലവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ കൃതിയും പുതുക്കി പണിതുകൊണ്ട് തന്നെ വായനാ സമൂഹത്തിന് ലഭിക്കും. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും നമുക്ക് VM ദേവദാസേട്ടനൊരു കൂടെ പോവാം. നമുക്കറിയാം, ആദ്യകാലം മുതൽ തന്നെ തൻ്റെ രചനകളിൽ വളരെയധികം വ്യത്യസ്തമായ രീതികൾ കൊണ്ടുവരുന്ന ഒരാളാണ് VM ദേവദാസ്. ഇപ്പോൾ നിങ്ങൾ പന്നിവേട്ട എടുത്തിട്ട് നമ്മൾ അടുത്ത നോവൽ നോക്കുക, ഡിൽഡോ, 6 മരണങ്ങളുടെ പൾപ്പ് വിഷൻ പാഠപുസ്തകം എന്ന് പറയുന്ന നോവലാണെങ്കിലും അതിനുശേഷം വരുന്ന ഓരോ നോവലും, ഇപ്പോൾ ഏറ് ഇവിടെ പരാമർശിച്ചു, ഇപ്പോൾ അവസാനം വന്ന അശു എന്ന് പറയുന്ന നോവല്, ഈ നോവല് കുറച്ചുകൂടെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു നോവലാണ്. വേണമെങ്കിൽ ഒരു സിനിമയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. അതുപോലെ തന്നെ നമ്മുടെ അതിനു മുമ്പ് വന്നിട്ടുള്ള ചെപ്പും ബന്ധുവായാലും ഇങ്ങനെ ഓരോ നോവലിലും സ്വയം ഇങ്ങനെ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടെയാണ് VM ദേവദാസ്, നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹം എന്താണ് ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് കേട്ടിട്ട് വരാം. ഈ പുതുക്കലിനെ കുറിച്ച് കൃത്യമായ 2 ധാരണകൾ രമണുണ്ണി സാറും നോൻ സാറും പങ്കുവെച്ച് കഴിഞ്ഞു. അത് കൃത്യമാണ്. കാരണം ഇപ്പോൾ സയൻസ് ആയാലും മറ്റുള്ള വൈജ്ഞാനിക മേഖലകളിൽ നിന്നാണെന്ന് വ്യക്തിപരമായ രീതിയിൽ ഞാൻ സ്വയം പുതുക്കപ്പെടുന്നത് എന്നുള്ളത് സത്യമാണ്. സാഹിത്യം വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സാഹിത്യം കൂടുതൽ എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും സ്വയം പുതുക്കാൻ വേണ്ടി കൂടുതലും സഹായിക്കുന്നത് അതിന് പുറത്തുള്ള മേഖലകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു സുഹൃത്തായിട്ടൊരു തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളാണല്ലോ പറയാൻ പോകുന്നത്. അതായത് ഈ രാഹുൽ ദ്രാവിഡിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2-3 ദിവസം ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ചിലപ്പോൾ സ്ലിപ്പിൽ നിന്ന് ഫീൽഡ് ചെയ്യേണ്ടി വരില്ലേ? 5 ദിവസത്തെ കളിയായിരിക്കും, ചിലപ്പോൾ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 3 ദിവസം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് VS ലക്ഷ്മണനോ അല്ലെങ്കിൽ അനിൽ കുംബ്ലെയൊക്കെ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ഈ 3 ദിവസം ക്രിക്കറ്റിൻ്റെ സ്ട്രാറ്റജി, അങ്ങനെ പുതിയ കാര്യങ്ങൾ ക്രിക്കറ്റിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുക എന്ന് പറയും. അപ്പോൾ അവർ പറയും അതൊന്നല്ല, കാരണം അത് ഭയങ്കര ബോറടിയാണ് 3 ദിവസം സ്ലിപ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ക്രിക്കറ്റിൻ്റെ സ്ട്രാറ്റജി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ മക്കളുടെ പഠിപ്പ്, വീട്ടിലെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഭാര്യമാരുടെ ഫാഷൻ സെൻസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാറ്. അതിൽ കൂടുതലൊന്നും 3 ദിവസം സംസാരിക്കാറില്ല എന്ന് പറയും. അതുപോലെ തന്നെ സ്വയം പുതുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ കാര്യങ്ങളിലേക്കാണ് പോകുക. ആ അവസ്ഥയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിക്കറ്റിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കിട്ടുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന 2 കാര്യങ്ങൾ ചരിത്രവും മിത്തും തന്നെയാണ്. പ്രധാനപ്പെട്ട എൻ്റെ എല്ലാ കൃതികളിലും കടന്നു വരുന്ന 2 അംശങ്ങൾ അതിനായിരിക്കും ചരിത്രവും മിത്തുകളും തന്നെയാണ്. അപ്പം അതിനൊരു പ്രത്യേക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യാത്രകൾ വളരെ കുറവ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വീട്ടിൽ നിന്ന് പാല് മേടിക്കാൻ വേണ്ടി പുറത്ത് പറഞ്ഞ് തിരിച്ചു വരുന്നതിന് പറയും യാത്ര എന്ന് വിളിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് യാത്രകൾ എനിക്ക് ഇഷ്ടമല്ല. മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അവരുടെ അനുഭവം കേൾക്കുന്ന സമയത്ത് ഈ എഴുത്തുകാർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ സ്വയം ഒരാളുടെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എമ്പതി തോന്നുന്നതിന് പകരം നമ്മൾ മൂന്നാമതാളായിട്ട് മാറിയിരുന്നുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു തരം എന്താ പറയുക, എന്തെങ്കിലും ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള മനോഭാവം കൂടി ഉണ്ടായിരിക്കും. ഇപ്പം ഒരാൾ വളരെ കഷ്ടപ്പാടോടുകൂടി നമ്മളൊരു അനുഭവം പറയായിരിക്കും. ആ സമയത്ത് നമ്മളയാളുടെ അനുതാപം പ്രകടിക്കുന്നതിന് പകരം ഇതിനെങ്ങനെ കഥയിൽ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ വൃത്തിയായിട്ട് മനുഷ്യനില്ലല്ലോ. അപ്പോൾ അത്തരം അനുഭവ എഴുത്തുകളിൽ നിന്ന് ഞാൻ സ്വയം മാറി നടക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എങ്ങനെയാണോ ഒരാൾക്ക് കൂടുതൽ കഥകൾ കിട്ടുക എന്നൊരവസരത്തിലാണ് ഞാൻ ഈ എല്ലായ്പ്പോഴും പറയുന്നൊരു ഉദാഹരണം, ഈ നല്ലവനായ സമരിയാക്കാരൻ്റെ കഥയുണ്ടല്ലോ. കഥ എത്രയേ ഉള്ളൂ, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ വളരെയധികം ഫേമസ് ആയിട്ടുള്ള കഥയാണ്. ജെറുസലേമിൽ നിന്ന് യെരിക്കോയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ആൾ, അയാളെ വഴിയിൽ വെച്ചിട്ട് ആരോ ആക്രമിക്കുന്നു. കൊള്ളക്കാരെല്ലാം ആക്രമിക്കപ്പെട്ട് അയാൾ വഴിയിൽ വീണ് കിടക്കുന്ന ആളുടെ അടുത്തേക്കാണ് നമ്മുടെ ശമരിയാക്കാരൻ വരുന്നത്. ഈ വീണ് കിടക്കുന്ന ആളുടെ മുന്നിലൂടെ ഒരു യഹൂദ പുരോഹിതൻ പോകുന്നുണ്ട്, ഒരു ലേവ്യൻ പോകുന്നുണ്ട്. ഇവരാരും ഇയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. റോമാ സാമ്രാജ്യത്തിൽ വഴിയരികിൽ വീണ് കിടക്കുന്ന ഒരാളെ ആരും തിരിഞ്ഞു നോക്കാനില്ല. അങ്ങനെയാണ് ശമരിയാക്കാരൻ വരുന്നതും ഇയാളെ എടുത്തുയർത്തുന്നതും കഴുതപ്പുറത്ത് കൊണ്ടുപോയി അടുത്തുള്ള സത്രത്തിൽ കൊണ്ടുചെന്നാക്കുന്നു. മുൻകൂറായി അയാളെ ചികിത്സിക്കാനുള്ള പണം കൊടുക്കുന്നു. അയാളവിടെ ട്രീറ്റ്മെൻറ്റ് വിടുന്നു. ഇത് യേശു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു വെച്ച കഥയാണ്. പക്ഷേ ഈ കഥയെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ, കട്ടിലുകളുടെ കാര്യം പറഞ്ഞ പോലെ, ഓരോരുത്തരും എങ്ങനെയാണ് നോക്കിക്കാണുന്നതാണ്. ജെറുസലേമിൽ നിന്ന് യെരിക്കോയിലേക്കുള്ള യാത്ര ഒരു ട്രാവലോഗായിട്ട് എഴുതാം. കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വീണ് കിടക്കുന്ന ഒരാളുടെ കഥ ത്രില്ലറായിട്ട് എഴുതാം. കാനേഷുമാരിയും കരമ്പിരിവും ഉള്ള റോമ സാമ്രാജ്യമായിരുന്നു അന്ന്.
അന്നത്തെ കാലത്ത് വഴിയരികിൽ വീണ് കിടക്കുന്ന ഒരാളെ ചികിത്സാ സഹായം നൽകാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യം ഉയർത്താം. ഇങ്ങനെ പലതരം കാര്യങ്ങളിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഒരു കഥ സ്വയം പുതുക്കപ്പെടുന്നത്. ഇപ്പോൾ ഏത് പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് പറയുന്നതാണ്. നമ്മൾ പഠിക്കുന്ന ഓരോരുത്തരെയും വ്യത്യസ്തമാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവരവരുടെ രാഷ്ട്രീയം, ഒന്ന് അവരവരുടെ തത്വശാസ്ത്രം. ഫിലോസഫിയും പൊളിറ്റിക്സാണ് ഏതൊരു മനുഷ്യജീവിയെയും മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് എങ്ങനെ പുതുക്കപ്പെടാം എന്ന് ആലോചിക്കും തോറും നമുക്ക് പുതിയ ആശയങ്ങൾ കിട്ടും. ഈ പറഞ്ഞ പോലെ ത്രില്ലറുകളാവാം, അത് തന്നെ രാഷ്ട്രീയ എന്ന് വെച്ചാൽ മുദ്രാവാക്യ പ്രകടനം ആകണമെന്നില്ല. ഒരു റോമാ സാമ്രാജ്യം തുലയട്ടെ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമല്ല വിളിക്കേണ്ടത്. പകരം നമുക്ക് ഈ പറഞ്ഞ ഗാനേഷുമാരിയും കരങ്കവിയുള്ള ഒരു കാലത്ത് എന്തുകൊണ്ട് ഒരാൾ വഴി വീണ് കിടക്കും നമുക്ക് ചോദിക്കാൻ പറ്റും. നേരത്തെ തന്നെ രാമനുണ്ണി മാഷ് എടശ്ശേരിയെക്കുറിച്ച് സൂചിപ്പിച്ചു, കുമാരനാശാനെ കുറിച്ച് സൂചിപ്പിച്ചു. വഴിയിൽ വീണ് കിടക്കുന്ന ഒരു പൂവിനെ നോക്കിയിട്ട് ഹാ പുഷ്പമേ, ഹാ എന്ന് തുടങ്ങുന്ന ഒരു വ്യാക്ഷേപത്തിൽ തുടങ്ങി അവന് ഈ വാഴ കിനാവ് കഷ്ടം എന്നാണ് അവസരം പറയുന്നത്. അപ്പോൾ ഹായിൽ തുടങ്ങി കഷ്ടത്തിൽ അവസാനിക്കുന്ന രണ്ട് വ്യാക്ഷേപങ്ങൾക്കിടയിൽ ഒരു ആശയം കൊണ്ടുവരാൻ കുമാരനാശൻ അന്ന് കാലത്ത് എത്രമാത്രം സ്വയം പുതുക്കിയിട്ടുണ്ടാവും നമ്മൾ ഇന്ന് കാലത്തിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എടശ്ശേരിയുടെ മറ്റേ കുറ്റിപ്പുറം പാലത്തിനകത്ത് അന്ന് വരുന്ന ആ മാറ്റത്തെ എടശ്ശേരി നമുക്ക് ഇപ്പോൾ വിമർശിക്കാം, അല്ലെങ്കിൽ അതിനെ പ്രശംസിക്കാം. അന്ന് ആ കുറ്റിപ്പുറം പാലം വരുന്ന സമയത്ത് പരിസ്ഥിതിയിൽ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ എടശ്ശേരി ഭയങ്കര ആകുലതയോടെയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ മല്ലൂർ കയ്യത്തിനെ കുറിച്ച് പറയുന്ന പ്രശസ്തമായ മല്ലൂർ കയ്യാമീനി ചൊല്ലു മാത്രം മല്ലൂരത്തേവർ തിരുവുദൈവം ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തി മഹാകാളൻ കുന്നുപോലും ജൃംഭിത യന്ത്രക്കിടാവെറിയും പമ്പരം പോലെ കറങ്ങി നിൽപ്പെന്ന് പറയും. JCBക്ക് ജൃംഭിത യന്ത്രക്കിടാവ് എന്നൊരു വാക്ക് സ്വയം പുതുക്കാൻ അന്ന് എടശ്ശേരിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നിർമ്മിത യന്ത്രക്കിടാവിന് JCB കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അത് പന്തിമഹാകുന്നിൽ JCB ഇറങ്ങുമ്പോൾ എടശ്ശേരി സ്വയം കൊണ്ടുവരുന്ന എഴുത്താണത്. അത് എല്ലാവർക്കും സ്വാധീനിക്കും. അവിടെ തന്നെയാണ് നമ്മുടെ തത്വശാസ്ത്രവും നമ്മുടെ രാഷ്ട്രീയവും വ്യത്യസ്തമാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറച്ചും കൂടെ ആഴത്തിൽ ഉള്ള ചില സൂചനകൾ കൂടെ ഇപ്പോൾ ഈ മൂന്ന് പേരുടെ സംഭാഷണം കഴിഞ്ഞപ്പോൾ കേട്ടിരിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ ഈ പറഞ്ഞെടുത്തുനിന്ന്, ഇപ്പോൾ ദേവസ്വേട്ടൻ പറഞ്ഞെടുത്തുനിന്ന് നമുക്ക് തുടങ്ങിയാൽ, നിർത്തിയെടുത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആശാൻ എഴുതുന്നുണ്ടല്ലോ, പാരിൽ ഒറ്റക്കാല് ഊന്നി നിന്നാൽ മാരദോതി പോൽ സുന്ദരി എന്ന്. പക്ഷെ അത് പട്ടത്തുവിള അതിനെ വേറൊരു രീതിയിൽ ഈ നാഴികയെ ഇലക്ട്രിക് പോസ്റ്റിൽ കൊണ്ട് ചാരി വെക്കുന്നുണ്ട്. അത് ഈ മാഷ് നേരത്തെ പറഞ്ഞ കാലത്തിൻ്റെ മാറ്റവും കൂടെ ഉണ്ട് അതിനകത്ത്. അത് ഒരു സൂചനയാണ്. ഞാൻ ആ കാലത്തിൻ്റെ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഇടശ്ശേരിക്കാറിലുള്ളൊരു കഥയുണ്ടല്ലോ, ബാപ്പുജി നേതാജി എന്ന് പറഞ്ഞ ആ കഥ, ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞ കഥ. അപ്പോൾ ആയുഷ്മാൻ ഭവ എന്ന് പറയുന്ന കഥയിൽ ബാപ്പുജി നേതാജിയും പറഞ്ഞാലും ചരിത്രം തന്നെയാണല്ലോ, കുഴപ്പമില്ല. ആയുഷ്മാൻ ഭവ എന്ന് പറയുന്ന കഥയിൽ ഈ കുമാരനാശൻ്റെ ഒരു റെഫറൻസ് അതിൽ വരുന്നുണ്ടല്ലോ, സാവിത്രിയും ചാത്തനും. ആ റെഫറൻസിനെ ഈ കഥയിലേക്ക്, അതായത് ഒരു 2-3 മാസം മുമ്പ് വരുന്ന ഒരു കഥയിലേക്ക് അതിനെ പ്ലേസ് ചെയ്യാണ്. 2025 വരുന്നൊരു കഥയിലേക്ക് പ്ലേസ് ചെയ്യാണ്. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എഴുതുന്ന ധാരാളം പേര് കേൾക്കാനുണ്ടാവും. അവരെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഉപകാരപ്പെടുന്ന ഒരു മറുപടി ആയിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാഷ് ആ കഥയെ മുൻനിർത്തിയിട്ട് എങ്ങനെയാണ് ഈ ഒരു റെഫറൻസിനെ പുതിയ കാലത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായിരിക്കും തോന്നുന്നു. ഈ ആയുഷ്മാൻ ഭവ എന്നുള്ള കഥ ഒരു കാലത്തിൻ്റെ ഒരു സ്വയം നവീകരണം അതിൽ കിടക്കുന്നു. ദുരവസ്ഥയിൽ പിന്നെ ചാത്തനെ സാവിത്രി സ്വീകരിക്കുന്നു, തൻ്റെ പുരുഷനായിട്ട് സ്വീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് കുമാരനാശാൻ തന്നെ പറയുന്നുണ്ട്, ഇത് വളരെ വരേണ്യായിട്ടുള്ള സ്ത്രീയാണ്, താനൊരു കീഴാളനാണെന്നുള്ള അധമബോധം കൊണ്ട് അവളെ പിന്നെ സ്പർശിക്കാനും കൂടി ഒരു പേടിയാ ചാത്തന്. വെള്ളിക്കോല് മാതിരി ബലം പിടിച്ചു ചാത്തൻ്റെ കൈ എന്നാ പറയാം കുമാരനാശാൻ. കാരണം അയഞ്ഞ് മൃദുവാവേണ്ട സമയത്ത് ബലം പിടിച്ച് കിടക്കാണ് ചാത്തൻ. കാരണം ഇത്ര വരേണ്യായിട്ടുള്ള സ്ത്രീനെ പ്രാപിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാവിത്രി തൻ്റെ ഈ നിവേദ്യം, തൻ്റെ ശരീരവും മനസ്സും എന്ന നിവേദ്യം സ്വീകരിച്ചാലോ എന്ന് പറഞ്ഞിട്ടും ചാത്തന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. സാവിത്രിക്ക് ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ ചാത്തന് പറ്റിയില്ല, അതിലൊന്നും പറയുന്നില്ല. അപ്പോൾ പുതിയ കാലത്ത് പുനീത് കുമാർ എന്ന് പറഞ്ഞ ദളിതനായിട്ടുള്ളൊരു ഗോത്രവർഗക്കാരനും ജീനോം സയൻറ്റിസ്റ്റുകളാണ്. സബിത എന്ന് പറഞ്ഞിട്ട് നമ്മളെ സാവിത്രി അന്തർജനമുണ്ടല്ലോ, നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്നാണല്ലോ കഥ വരുന്നത്. അവരുടെ ആ താവടിപ്പെടുന്ന സബിത ഭട്ടതിരിപ്പാട് അവർ ഇതിന് പ്രായശ്ചിത്തം ചെയ്യാം. സാവിത്രിക്ക് പിന്നെ ചാത്തൻ്റെ വിത്തിനെ മുളപ്പിക്കാൻ പറ്റിയില്ലോ,
അതുകൊണ്ട് ഈ പുനീത് കുമാറിൻ്റെ വിത്തിനെ തൻ്റെ ഗർഭത്തിൽ മുളപ്പിച്ചിട്ട് ചരിത്രത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ പുറപ്പെടുകയാണ്. അങ്ങനെ ഇവർ പിന്നെ കല്യാണം കഴിച്ച സ്ത്രീയാണെങ്കിലും ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഗർഭം ഒടുക്കം ഇവൾക്ക് ഗർഭം ഉറപ്പിക്കുക. കാരണം എന്താ വെച്ചാൽ വളരെ അനുതാപം തോന്നുക. കാരണം പുനിയാറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോത്രവർഗത്തിലാണ് ഏറ്റവും ആയുസ് കുറവ്. കാരണം നമ്മളെ ജാതി മേധാവിത്വത്തിൻ്റെ പല പ്രശ്നം കൊണ്ടും. അപ്പം അവരുടെ ആ വിത്തിനെ, ജനിതകത്തെ സൂക്ഷിച്ചെടുക്കാൻ സാവിത്രി പിന്നെ സവർണയായിട്ടുള്ള ആ സ്ത്രീ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ കുമാരനാശാന് സാധിക്കാത്ത കാര്യം. അന്നത്തെ കാലത്ത് ചാത്തൻ അങ്ങനെ ഇവിടെ പെട്ടെന്ന് ഉഷാറാവാനൊന്നും പറ്റില്ല സാവിത്രിയുടെ അടുത്ത്. അപ്പോൾ അത് പരിഹരിക്കുന്ന, അതിപ്പോൾ കാലത്തിൻ്റെ ഒരു പുതുക്കലാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് കാലത്തിനനുസരിച്ച് ഇപ്പോൾ, കാരണം സാവിത്രിയുടെയും ചാത്തൻ്റെയും കഥ പുനീത് കുമാറും പിന്നെ സബിതയും കൂടി മറ്റൊരു പ്ലെയിനിലേക്ക് അവതരിപ്പിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി ഉണ്ട്, ഞാൻ അധികം നീട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഈ തൻ്റെ നാടായ കരപ്പുറത്തുനിന്ന്, അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് കഥകൾ കണ്ടെടുക്കുന്ന ഒരാളാണ് ശ്രീ കെ വി മോഹൻകുമാർ എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഈ ഏറ്റവും പുതിയ നോവൽ ഉല, കേരളത്തിൽ ഈ നിലനിന്നിരുന്ന, പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ബൗദ്ധ സംസ്കാരത്തെ ആര്യാധിനിവേശം എങ്ങനെയാണ് അട്ടിമറിച്ചതെന്നുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കാലത്തെ പുതിയ കാലത്തേക്ക് ആവിഷ്കരിച്ച് കൊണ്ടുവരികയാണ്. പുതിയ കാലത്തിൻ്റെ ചില രാഷ്ട്രീയ ബോധ്യങ്ങളോട് നേർക്കുനേർ അത് സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വിഷയത്തെ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് മോഹൻകുമാർ സാറ് വിശദീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതായത് ചരിത്രം എങ്ങനെയാണ്, പഴയ കാലത്തെ ഒരു ചരിത്രം പുതിയ കാലത്തേക്ക് എങ്ങനെ കൂട്ടി വിളയിക്കാം, വർത്തമാനകാലത്തിൻ്റെ രാഷ്ട്രീയമായി എങ്ങനെ കൂട്ടി വിളയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. ശരിക്കും ഉല എഴുതാൻ കാരണമാവുന്നത് നവഫാസിസത്തിനെ ഉപരോധിക്കുന്ന ഒരു നോവൽ എഴുതുക എന്നൊരു ആശയം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ നവഫാസിസത്തെ ഉപരോധിക്കുന്ന ഒരു നോവൽ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങണം എന്നതിനെക്കുറിച്ചൊരു വല്ലാത്തൊരു ആശയക്കുഴപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് എൻ്റെ കുട്ടിക്കാലം തുടങ്ങി എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാഴ്ച എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് എൻ്റെ നാട്ടിൽ, എൻ്റെ നാടിനടുത്ത് തകഴിയിലെ കരിമാടിക്കുട്ടൻ എന്ന് പറയുന്ന ബുദ്ധൻ്റെ ഒരു ഭാഗം മുഴുവൻ ഛേദിക്കപ്പെട്ട പ്രതിമയാണ്. വളരെ ദയനീയമായൊരു കാഴ്ചയാണത്. ഒരു കയ്യും ശരീരത്തിൻ്റെ ഉടലിൻ്റെ ഒരു ഭാഗവും ഛേദിക്കപ്പെട്ടൊരു ബുദ്ധ പ്രതിമ നമുക്കെല്ലാം അവിടെ പോയി കാണാൻ കഴിയും. കരിമാടിക്കുട്ടൻ അവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം, ഞാൻ ആലപ്പുഴ ടൗണിലാണ് ജനിച്ചു വളർന്നത്. അപ്പം എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കരിമാടിക്കുട്ടൻ. അന്നോടങ്ങി എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വശം ഛേദിക്കപ്പെട്ട ബുദ്ധൻ. എൻ്റെ പിൽക്കാല അന്വേഷണങ്ങളാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ ഈ പ്രദേശമെല്ലാം ഒരു കാലത്ത് ബൗദ്ധ സംസ്കൃതി നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ആ ബൗദ്ധ സംസ്കൃതിക്ക് നേർക്ക് ഒരു അധിനിവേശം ഉണ്ടാവുന്നത് ഞങ്ങളുടെ പ്രദേശത്താണ്. അങ്ങനെ ബൗദ്ധ ക്ഷേത്രങ്ങളൊക്കെ തകർത്തു, അല്ലെങ്കിൽ അതെല്ലാം പിടിച്ചെടുത്തു, അതിനെല്ലാം പരിവർത്തനപ്പെടുത്തി. അങ്ങനെ ഒരു പുതിയ ജാതി വ്യവസ്ഥ നിലവിൽ വരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ജാതി വ്യവസ്ഥ കൊണ്ടുവന്ന അതേ അധിനിവേശ ശക്തികളുടെ അതേ ആവർത്തനം തന്നെയല്ലേ നമ്മുടെ ഈ സമകാലിക നവഫാസിസം എന്ന് പറയുന്നതും. നമ്മുടെ ഭാരതത്തിലെ ജനതയെ മുഴുവനും ഒരേ ജനതയായിട്ട് കാണാൻ കഴിയാത്ത ഭരണാധികാരികൾ വാഴുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജനതയെപ്പോലും വേറിട്ട് കാണുന്ന ഭരണാധികാരികൾ ആണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദേശത്ത്, അങ്ങനെ ഒരു നവഫാസിസത്തിൻ്റെ കെടുതികളിലേക്ക്, വരുംകാല ദുരന്ത സൂചനകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നമുക്ക് ഈ നവഫാസിസത്തെ ഉപരോധിക്കാനായിട്ടൊരു രചന ഉണ്ടായേ തീരൂ എന്നൊരു തോന്നലിൽ നിന്നാണ് ഞാൻ ഉല എഴുതുന്നത്. അപ്പം അതിനുള്ളൊരു വിത്ത് കാലം കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. ആ വിത്താണ് എൻ്റെ ദേശമായ കരപ്പുറം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ അരൂർ തുടങ്ങി ഏതാണ്ട് കായംകുളം വരെയുള്ള ആ തീരപ്രദേശമാണ് കരപ്പുറം എന്ന് പറയുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ ഇപ്പുറവും അറബിക്കടലിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് കിടക്കുന്ന കരപ്രദേശം അത് പിൽക്കാലത്ത് രൂപപ്പെട്ടതാണ്. അവിടെയാണ് ഏറ്റവും ഒടുവിൽ ബൗദ്ധന്മാർക്ക് നേർക്ക് അധിനിവേശം ഉണ്ടാകുന്നതും. വി നാഗമയ്യയുടെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നുണ്ട് 8,000-ലധികം ബൗദ്ധന്മാരെയാണ് വൈഗാ നദിയുടെ തീരത്ത് കുന്തത്തിൽ കോർത്തു കൊന്നതെന്ന്. അധിനിവേശക്കാർ നമുക്കറിയാം ആര്യ സംസ്കാരം ഇവിടേക്ക് വരുന്നതിൻ്റെ വരവായിരുന്നു. അപ്പം ഇത് ശരിക്കും ഒരു പശ്ചാത്തലമാണ്. പക്ഷേ ഞാൻ ആ ഒരു പശ്ചാത്തലത്തിലൊരു നോവൽ എഴുതിയാൽ അതൊരു പഴമയുടെ നോവലായി തീരും, ആ ഒരു കാലഘട്ടത്തിൻ്റെ നോവലായി പോകും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ നോവലാക്കാനല്ല, അതിനെ നവഫാസിസത്തിനെതിരെയുള്ളൊരു ഉപരോധമാക്കാനാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അതിനകത്തൊരു ആ രീതിയിലുള്ളൊരു പുതുക്കിപ്പണികൾ വേണ്ടി വന്നു. പുതുക്കിപ്പണികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ആ നോവൽ വായിച്ചാൽ അറിയാം, ഒരുപാട് ഭാഷകൾ ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്.
ഒന്നാമത് ആ കാലത്ത് പാലിയും തമിഴും ചേർന്ന ഒരു മൊഴിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്, പ്രാചീന കേരളത്തിൽ. അതുകൊണ്ട് എനിക്ക് ആ കാലത്തിലെ കഥ പറയുന്ന കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയെല്ലാം മൊഴിയെല്ലാം തന്നെ എനിക്ക് പാലിയും തമിഴും മാത്രം ചേരുന്ന മൊഴിയാക്കി മാറ്റേണ്ടി വന്നു. അപ്പോൾ അത് വായിക്കുമ്പോൾ പലർക്കും ചെറിയൊരു ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാകും. കാര്യം അതിൽ മൂത്രം എന്നതിന് പകരം നമ്മൾ ചെറുനീരെന്നാണ് പറയുന്നത്. കാര്യം അന്ന് ചെറുനീരെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അന്നാരും മൂത്രം ഒഴിച്ചിരുന്നില്ല. മൂത്രം ഒഴിക്കുന്ന ബ്രാഹ്മണരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് സംസ്കൃതം ഇവിടെ വ്യാപകമായതിനു ശേഷമാണ് മൂത്രമായി മാറുന്നത്. അതുപോലെ നമ്മൾ തന്ത തള്ള എന്നൊക്കെയാണ് നമ്മൾ അന്ന് വിളിച്ചിരുന്നത്. വളരെ ബഹുമാന്യതയോടെ വിളിച്ചിരുന്നതാണ്. അമ്മയെ തള്ളയെന്നും തായിയെന്നും തന്തയെന്നൊക്കെ വിളിച്ചിരുന്നത്, അച്ഛനെ വിളിച്ചിരുന്നതൊക്കെ വളരെ ബഹുമാന്യതയോടെയാണ്. അപ്പോൾ ആ കാലത്തെ ഒരുപാട് പദങ്ങൾ കണ്ടെത്തി. ഇപ്പം പിൽക്കാലം ഞാനിങ്ങനെ പരിശോധന നടത്തിയപ്പോഴേ മലയാളത്തിലേണ്ട 300-ലധികം നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പോലും പാലി വാക്കുകളാണ്. ചരുവം, കട്ടിൽ, കട്ടള, കഷണ്ടി, ചന്ത, സഞ്ചി, കഞ്ഞി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ, എണ്ണിയാൽ തീരാത്തത്ര പലിശ, കച്ചവടം, ഇതെല്ലാം പാലി വാക്കുകളാണ്. ഈ പാലി പദങ്ങളൊക്കെ തന്നെ മലയാളത്തിൻ്റെ വേരുകളാണ്. ആ ഭാഷയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഭാഷയിലൊരു പുതുക്കപ്പെടികൾ നടത്തേണ്ടതായിട്ട് വന്നു. പ്രമേയ പരിസരങ്ങളിൽ പുതുക്കപ്പെടികൾ നടത്തേണ്ടി വന്നു. അതിനെ ഈ നവഫാസ്റ്റിൻ്റെ ഈ കാലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ഗ്രാജുവലായിട്ട് ഇങ്ങനെ പടിപടിയായിട്ട് കഥാപാത്രങ്ങൾക്ക് അതിലെ പ്രതിയോഗികളായിട്ടുള്ള വില്വനും നരനും എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളെ നമുക്ക് ആ കാലത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നു. പഴയ കാലത്തിൽ നിന്ന് 8, 9, 10 നൂറ്റാണ്ടുകളിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടി വന്നു. ഇതെല്ലാം തന്നെ ഒരു പുതിയ ക്രാഫ്റ്റിൻ്റെ ഒരു ആവിഷ്കാരത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഒരു പുതുക്കി പണിയലാണ് ശരിക്കും പറഞ്ഞാൽ ഉല എന്ന നോവലിൽ ചെയ്യേണ്ടി വന്നത്. ദേവദാസന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചെപ്പും പന്തിലാണെങ്കിൽ ഒരു മാജിക് പോലെയുള്ളൊരു നറേഷൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ എയറിലേക്ക് എത്തുമ്പോൾ നേരെ തിരിച്ച് അധികാരത്തിനെതിരെയുള്ളൊരു ചാത്തനെയർ പോലെ, അതൊരു നമ്മുടെ ഒരു മിത്താണല്ലോ, അതിലേക്ക് വരുന്നു നറേഷൻ. ഇപ്പോൾ എന്നാൽ അശുവിലേക്ക് എത്തുമ്പോൾ വളരെ അശുവായിട്ടുള്ള അയ്യപ്പനെ കൊണ്ടുവന്നിട്ട് വേറൊരു രീതിയിലൊരു അയാളൊരു ഗ്യാങ്ങിൻ്റെ ആളാണെന്ന് നമ്മൾ നോവൽ വായിച്ച് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പാവത്താനെ പോലെയൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അയാൾ വേറൊന്നായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ ആഖ്യാനത്തിൽ നിരവധി പരീക്ഷണങ്ങൾ ആ സ്വരൂപത്തിൽ നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഈ വിഷയം അദ്ദേഹം സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നോവലിലെ കഥയെക്കുറിച്ചല്ല പറയുന്നത്, എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുന്നതിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു ദൃശ്യം മതി, ഒരു ചിത്രം നമ്മൾ കണ്ടാൽ അത് നമുക്ക് എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം BBC ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു കുറിപ്പും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാർലി ചാപ്ലിനെ ഹെലൻ കെല്ലർ കണ്ടുമുട്ടുന്ന ഒരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൗതുകമായിട്ട് തോന്നിക്കുക. ഹെലൻ കെല്ലർ എല്ലാവർക്കും അറിയാമല്ലോ, അവർക്ക് അവരുടെ സംസാരിക്കാൻ പറ്റില്ല, കേൾവി ശക്തിയില്ല, അല്ല കണ്ണും കാണില്ല. അപ്പോൾ ഇവർ ചാർലി ചാപ്ലിനെ കാണാൻ വേണ്ടി വരികയാണ്. സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു റോബോട്ടിക് സൗണ്ട് പോലെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ ആൾക്കാരെ എല്ലാവരും വന്ന് കാണുന്നത് എങ്ങനെയാണെങ്കിൽ ഇവരുടെ സഹായി ഉണ്ടായിരിക്കും. അതിനുശേഷം ഇവർ കവളിൽ തൊടും, തൊണ്ടയിൽ തൊടും, ചുണ്ടിൽ തൊടും. ഈ തൊട്ടുകൊണ്ട് ശബ്ദങ്ങളുടെ കമ്പനം വെച്ചുകൊണ്ടാണ് ആൾക്കാരെ സംഭാഷണം അവർ മനസ്സിലാക്കിയത്, ഹെലൻ കെല്ലർ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാർലി ചാപ്ലിനെ കാണാൻ വേണ്ടി വരുന്നു. ചാപ്ലിൻ്റെ സ്റ്റുഡിയോയിൽ ചാപ്ലിൻ മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് വരെ കാണുന്നുണ്ട്. സണ്ണി സൈഡ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിരിക്കുന്ന സമയത്താണ് ചാപ്ലിൻ ഈ ഹെലൻ കെല്ലറെ കാണാൻ വേണ്ടിയിരിക്കുന്നത്. എന്നിട്ട് ചാപ്ലിൻ സംസാരിക്കുന്ന സമയത്ത് മൊത്തം ഹെലൻ കെല്ലർ ചാപ്ലിന് ഒതുങ്ങി നിൽക്കണം. കാരണം ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഇവർക്ക് ശരീരം മൊത്തം സ്പർശിച്ചുകൊണ്ടാണ് ചാപ്ലിൻ സംസാരിക്കുന്നത്. അപ്പോൾ കവളിത്തോടും, തൊണ്ടയത്തോടും, ചുണ്ടിത്തോടും ചാപ്ലിൻ ഇങ്ങനെ ഒതുങ്ങി നിന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി തോന്നിയൊരു കാര്യം, ഈ ചാപ്ലിൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ല. ഇവരെങ്ങനെയാണ് തിരശ്ശീലയിലെ ചാപ്ലിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹെലൻ കെല്ലർക്ക് ഒരിക്കലും തിരശ്ശീലയിലെ ചാപ്ലിനെ പിടികിട്ടില്ല. കാരണം ചാപ്ലിൻ എപ്പോഴും കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും, തുള്ളിച്ചാടി നടന്നുകൊണ്ടിരിക്കും, ഇരിക്കില്ല, നിൽക്കില്ല, ചാടിക്കൊണ്ടിരിക്കും, മുഖത്തെപ്പോഴും ഗോഷ്ഠികളായിരിക്കും. അടികിട്ടി ബോധം വീണ്ടും കിടക്കുന്ന സമയത്ത് പോലും തൊപ്പിയെടുത്ത് വീശുന്ന മനുഷ്യനാണ് ചാർലി ചാപ്ലിൻ. കണ്ടിട്ടുണ്ടായിരിക്കില്ല. ആ സമയത്ത് പോലും അദ്ദേഹം ഒതുങ്ങി കിടക്കില്ല. അത്രമാത്രം ഇങ്ങനെ കുതന്ത്രങ്ങളും കൗതുകങ്ങളും തമാശകളും പറഞ്ഞു നിൽക്കുന്ന ചാപ്ലിനെ ഒരിക്കലും സ്പർശനത്തിലൂടെ ഹെലന് മനസ്സിലാവില്ല എന്ന് തോന്നുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ചിത്രം കണ്ടാൽ മതി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ പുതുക്കലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്വയം പുതുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ളത് തന്നെ വലിയൊരു ആർഗ്യുമെൻ്റ്, എഴുത്തുകാരൻ ക്രിയേറ്റർ അല്ല കോർഡിനേറ്റർ ആണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, കണ്ടന്റ് കോർഡിനേറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വശത്ത് നേരത്തെ പറഞ്ഞ പോലെ കഥ എഴുതുന്നു, അപ്ലിക്കേഷനിൽ വെച്ചുകൊണ്ട് കഥ എഴുതുന്നു, സ്വന്തം അല്ലാത്ത രീതിയിലുള്ള രചനകൾ വരുന്നു. ഈ സമയത്ത് എങ്ങനെയാണ് എഴുത്തുകാരൻ സ്വതം പൊഴുക്കുന്നത്? അത് പുതുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളാണ്, അവനവൻ്റെ രാഷ്ട്രീയം, അവനവൻ്റെ തത്വശാസ്ത്രം, അത് എത്രമാത്രം പുതുക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ ഇന്ന് തന്നെ ഇപ്പോൾ
അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് വലിയൊരു വിഷയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് സത്യം പറഞ്ഞാൽ ഒരു B1 വിസയിൽ പോയിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം സത്യം H1 വിസ ഉണ്ടായിരുന്നില്ല. H1 എന്ന് വെച്ചാൽ ദീർഘകാല വിസ, B1 എന്ന് വെച്ചാൽ ഹ്രസ്വകാല വിസയാണ്. പക്ഷേ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി ആ സുഹൃത്തിന് ഇന്ത്യയിൽ വന്ന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കാലത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഈ B1 വിസയിൽ പോകുന്ന ആൾക്കാരെ ജോലി ചെയ്യാനാണെന്ന് പറയരുത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. വർക്ക് എന്നുള്ള വാക്കും ഉണ്ടാകാൻ പാടില്ല. പകരം അവർ പറയുന്നത് ട്രെയിനിങ്, നോളജ് ട്രാൻസ്ഫർ, അങ്ങനെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ അബദ്ധവശാ പോയിട്ട് ഇവന് ഫ്രിസ്ക് ചെയ്യും. നമ്മൾ സോക്സൊക്കെ ഒരിക്കലും പരിശോധിക്കുന്ന ഇടയിൽ പരിഭ്രാന്തനാണ് ചോദിച്ചപ്പോൾ ജോലിക്കാണെന്ന് പറഞ്ഞു പോയി. ഉടനെ തന്നെ അടുത്ത വിമാനത്തിൽ തിരിച്ചയച്ചു. അപ്പോൾ ഞങ്ങൾ ഇവനെ കൊണ്ടുവിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ പോയി തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ പുള്ളി അമേരിക്കയിൽ പോയി തിരിച്ചു വന്ന അവസ്ഥ വന്ന് കിടക്കണം. പക്ഷേ അവൻ ഭയങ്കര സങ്കടത്തോട് പറഞ്ഞിട്ട് എനിക്ക് പോയതോ തിരിച്ചയച്ചതല്ല, എന്നെ തിരിച്ചയച്ച കടലാസിൽ എൻ ഏലിയൻ കെയിം ടു ദ US എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അവരിപ്പോഴും അമേരിക്കക്കാർ പുറത്തുനിന്ന് ആൾക്കാരെ പരാമർശിക്കുന്നത് ഏലിയൻ എന്നാണ്, ദ ഏലിയൻ എന്ന്. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് മാറിക്കൊണ്ടിരിക്കും. ആദ്യം ഏലിയൻ എന്ന് വിളിക്കും, പിന്നെ റെസിഡൻറ്റ് ഏലിയൻ എന്ന് വിളിക്കും, പിന്നെയാണ് സിറ്റിസണായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ഏലിയനായിട്ട് കടന്നു ചെല്ലുന്ന അമേരിക്കക്കാരെയാണ് അവർ തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുത്തുകാർ എത്രമാത്രം പുതുക്കപ്പെടുന്ന ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞാൻ ഇന്ന് മനോജ് കുറുവിൻ്റെ ഒരു പോസ്റ്റ് വായിച്ചു ഫേസ്ബുക്കിൽ. അത് ഒറ്റ വരിയെ കുറിച്ചിട്ടുള്ളൂ. കൊളംബസ് അല്ലേ ആദ്യത്തെ കുടിയേറ്റക്കാരൻ എന്നാണ് ചോദിക്കുന്നത്, ആദ്യത്തെ ചോദ്യം. 2, ഇവിടെ ഇന്നോ ഇന്നലെ ആയിട്ടോ ഒന്നുണ്ട് KV പ്രവീണിൻ്റെ തൈമസും കൊളംബസും എന്ന് പറയുന്ന തൈമയും കൊളംബസും എന്ന് പറയുന്ന പുസ്തകം വരുന്നു. ആദ്യമായിട്ട് കൊളംബസ് ചെന്ന് കയറുന്നതും ഗോത്രവർഗക്കരയെ തൈമയെ കാണുന്നതുമായിട്ടുള്ള സന്ദർഭമാണ്. അപ്പോൾ ആ ആശയങ്ങളിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ മനുഷ്യൻ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളെ കോർഡിനേറ്ററാക്കി മാറ്റുന്ന കാലത്ത് എത്രമാത്രം പുതുമയും എത്രമാത്രം തനിമയുള്ള ആശയങ്ങൾ മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആശാനിൽ തന്നെ തുടങ്ങി, ആശാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ചിന്താവിഷ്ടയ സീതയിൽ പറയുന്നുണ്ട്, മതിയുന്മാദവും മാറുന്നതില്ല ഞാൻ, അതിനാൽ അഴലിൻ്റെ കെട്ടഴിഞ്ഞ് അതിഭാരം കുതിയുവാൻ വറയ്ക്കലും എന്ന് പറയുന്നത്. അതിനാൽ അഴലിൻ്റെ കെട്ടഴിഞ്ഞ് അതിഭാരം കുറയ്ക്കാൻ കൊതിക്കലും എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം കുന്ദര അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്, എത്രമാത്രം മനുഷ്യൻ ലഘുവാകാൻ പറ്റുന്ന ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ആശയങ്ങൾ ഓരോ കാലഘട്ടത്തിലൂടെയും ഓരോ എഴുത്തുകാരനിലൂടെ അവൻ്റെ തത്വശാസ്ത്രവും രാഷ്ട്രീയം പുതുക്കപ്പെടുന്നതിനെ വെച്ച് മാറിക്കൊണ്ടേയിരിക്കും. എഴുത്തുകാരൻ എത്രമാത്രം കോർഡിനേറ്ററായ പോലും ആ പുതുമയും തനിമയും പുതുക്കലുകളും അവന് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ നല്ല വായനക്കാരും എഴുത്തുകാരും അടക്കമുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ സംസാരിച്ച ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഡയറക്റ്റായിട്ട് ചോദ്യത്തിലേക്ക് വരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ഗുരുവാർവൺ, ഞാൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ സ്വയം പുതുക്കുന്ന എഴുത്തെന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾ ഒരു കവിതയാവട്ടെ കഥയാവട്ടെ അത് എഴുതി അതിന് മാറ്റം വരുത്തുന്നതാണ്. പക്ഷെ ഞാൻ ഒരു കവിത എഴുതുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരാശയത്തിൽ നിന്നായിരിക്കും അത് തുടങ്ങുന്നത്, പക്ഷെ അത് അവസാനിക്കുമ്പോഴേക്കും നമ്മളെ മനസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ മാറും. അത് ആശയങ്ങളിൽ നിന്ന് ഒരു വാക്കെങ്കിലും മാറിയ കവിതയുടെ ഇത് മാറുക. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളൊരു എഴുത്തിനെ പുതുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് എൻ്റെ ചോദ്യം. അതെ, ഗംഭീരമായിട്ടുണ്ട് ചോദ്യം. അപ്പോൾ നമ്മളെ തന്നെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അവസാനമാകുമ്പോഴേക്കും അത് ഒരു വാക്ക് മാറിയാൽ തന്നെ കവിത മാറും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൃതി മാറും എന്നുള്ളത് ശരിയാണ്. അപ്പം അതിനെ നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണ്, നമ്മൾ ഇന്നത്തെ കാലത്തിൻ്റെ എന്ത് പ്രശ്നത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അതിനനുസരിച്ച് അതിനെ ആ വാക്കൊക്കെ കൃത്യമാക്കി പുതുക്കി കൊണ്ടുവരണം. ഇന്ന് മോൻ എഴുതുന്ന മാതിരി ആയിരിക്കില്ല 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് എഴുതുന്നതുമായി. അപ്പോഴേക്ക് വലിയ പുതുക്കൽ, ഞങ്ങളൊക്കെ പുതുക്കിയെക്കാട്ടിലും 10 ഇരട്ടി പുതുക്കൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ. എനിക്കതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്തതായിരിക്കില്ല എഴുത്ത്. നമ്മൾ എഴുതി വരുമ്പോൾ അത് എങ്ങനെയായി തീരുന്നു, അതാണ് കവിത. അവിടെയാണ് ഈ പുതുക്കൽ സംഭവിക്കുന്നത്. സാറേ, ഞാൻ എഴുതി തുടങ്ങുന്ന കക്ഷിയാണ്. എൻ്റെ വിഷയം ഇപ്പം എഴുത്തും സർഗപ്രതിഭയും തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ നോക്കും, ഒരു ചോദ്യം. രണ്ടാമത്തെ, ഈ സ്വയം പുതുക്കുന്ന എഴുത്തിൽ പബ്ലിക് ഒബ്ലിഗേഷൻ, സോഷ്യൽ ഒബ്ലിഗേഷൻ്റെ ഭാഗം എന്തായിരിക്കും? അല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു രീതിയിൽ കോർഡിനേഷൻ വേണ്ടി നമ്മൾ സഹായിക്കും, ഡാറ്റാ ഗാദറിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ സഹായിക്കും. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. മാത്രമല്ല, ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കില്ല. ഉദാഹരണമായിട്ട് തീ കണ്ടുപിടിച്ചു, പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി, ഇനി തിരിച്ചു പോക്ക് സാധ്യമല്ല, കാരണം അതിൻ്റെ രുചി മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞു. വിദ്യുച്ഛക്തി വന്നു, നമ്മൾ യന്ത്രോപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഇനി എത്രമാത്രം പ്രാകൃതനായി എന്ന് പറയുന്നത് നമുക്ക് നടക്കില്ല. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കും, ഇതിനൊപ്പം കൂടെ ചേർന്ന് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിനുണ്ടാക്കുന്നതിന് പരിധികളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ChatGPT, ഞാൻ ബേസിക്കലി IT യിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, IT യിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഈ മാധ്യമത്തിന് വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടി വന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ ചോദിച്ച സമയത്ത് ഞാൻ ഈ ചാറ്റ് ജി പി ടി പ്രോംപ്റ്റിംഗ് എന്ന് പറയും, നമ്മളിതിൽ കൊടുക്കുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് ഇത് വിവരം തിരിച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയങ്കര കൗതുകമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് കൊടുത്തതിന് ശേഷം നിങ്ങളിത് ഹെമിംഗ്വേയുടെ ഭാഷയിൽ എഴുതുന്നു പറഞ്ഞാൽ ചെറിയ സെൻറ്റൻസുകൾ ഇത് മുറിച്ച് മാറ്റി തരും. കാഫ്കയുടെ ഭാഷയിലെന്ന് പറഞ്ഞാൽ കോമയിട്ടുകൊണ്ട് അതേ ആശയം തന്നെ ഇരുണ്ട രൂപങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് മാറ്റിത്തരും. ഇത്തരം രീതിയിൽ ഒരു ട്രെയിനിങ് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാം, പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ വേറെ വിഷയം, സ്വന്തമായ ഒരു ആശയം എത്രമാത്രം അതിനുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഇപ്പോഴും കമ്പ്യൂട്ടർ മനുഷ്യൻ നമ്മൾ തിരിച്ചറിയാനുള്ള ഫേമസ് ക്വസ്റ്റ്യൻ അലൻ ട്യൂറിംഗ് ടെസ്റ്റ് എന്നൊരു സാധനം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിനകത്ത് ചോദിക്കുന്ന എനിക്ക് കൗതുകം ഒരു ചോദ്യം, നിങ്ങളുടെ കൗമാരകാല അനുഭവം എന്താണ്? നിങ്ങളുടെ കൗമാരകാല അനുഭവത്തെ അല്ലെങ്കിൽ ഒരു ചെറുപ്പകാലത്തെ അനുഭവത്തെ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംബന്ധിച്ചോളം ഇത്ര കാലം കഴിഞ്ഞാലും മാറ്റം സംഭവിക്കുന്നില്ല. ഒരിക്കലും ഒരു കുട്ടിക്കാലം ഓർമ്മിച്ചെടുക്കാൻ അതിന് പറ്റില്ല. പക്ഷേ ഈ കൃത്രിമ ബുദ്ധിയിൽ പറ്റും. ഒരു കുട്ടിക്കാലം കൃത്രിമമായിട്ട് ഉണ്ടാക്കാനും ഒരു മനുഷ്യന് സംഭവിക്കേണ്ട സ്വാഭാവികമായ പരിണതികളും അതിന് ഡാറ്റ ഗാദറിങ്ങിലൂടെ സംഭവിക്കാൻ പറ്റും. അത്രമാത്രം ഡാറ്റ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മൗലികമായ ആശയം, നേരത്തെ പറഞ്ഞ പോലെ കൊളംബസല്ലേ ആദ്യത്തെ കുടിയേറ്റക്കാരൻ എന്ന് ചോദിക്കാനുള്ള ചോദ്യം അതിനുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര സംശയമാണ്. കാരണം ഈ ഡാറ്റ വളരെയധികം പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ രാജ്യത്തിൻ്റെയും റെസ്ട്രിക്ഷൻ അതിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ രണ്ട് രീതിയിലായിട്ട് ചാറ്റ് ജി പി ടി ഒരു സ്ഥലത്തും ഡീപ് സീക്ക് വേറൊരു രാജ്യത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ തമ്മിലുള്ള ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആരാണ് ഈ ഡാറ്റ ട്രെയിൻ കൊണ്ടിരിക്കുന്നത്? ഈ ഡാറ്റ തന്നെ ഗവൺമെൻറ് അനുശാസിക്കുന്ന നിയമങ്ങളിലൂടെ ഒതുക്കപ്പെടും. സ്വേച്ഛാധിപതീയമായ ഒരു രാജ്യത്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വേച്ഛാധിപത്യപരമായ ഭരണകൂടത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഇതിൻ്റെ ഡാറ്റ ഇവർക്കെതിരായിട്ട് പറയാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആ ആർട്ടിക്കിളിൻ്റെ അവസാനം ഞാൻ കൊടുത്തിരുന്ന ചോദ്യം ഇതായിരുന്നു. ഇപ്പോൾ ഒരു ചിത്രം ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, എത്ര എളുപ്പത്തിലാണ് നമുക്ക് ചിത്രം ഉണ്ടാക്കി വിടുന്നത്? നമ്മൾ ആശയം പറഞ്ഞു കൊടുത്തില്ലേ, എത്രമാത്രം എളുപ്പത്തിൽ നമുക്ക് 10 ദിവസം നമ്മൾ വരച്ച കിട ചിത്രം നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഞാൻ അമൂലിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിർബന്ധിത വന്ധീകരണത്തിനെതിരെ സ്റ്റെറിലൈസേഷൻ എന്നുള്ള വാക്കാണ് ഞങ്ങൾ സ്റ്റെറിലൈസേഷൻ എന്നുള്ള തന്നെ അണുവിമുക്തം എന്ന രീതിയിലും വന്ധീകരണം എന്ന രീതിയിലും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു കാർട്ടൂൺ ആശയം അമൂൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആശയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഇന്നും ചിന്തിക്കുന്നില്ല. സാർ കമ്പ്യൂട്ടർ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. ഭാവിയിൽ ഏതായാലും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഒരു കോർഡിനേറ്ററായി മാറുവാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ്. കാരണം ചാറ്റ് ജി പി ടി ഉപയോഗിക്കുമോ? കാരണം കൂടുതൽ സാധ്യതകൾ വരികയാണ്. രണ്ടാമത്തെ ചോദ്യം മോഹൻ കുമാർ സാറിനോടാണ്. സാർ ഈ നവഫാസിസം, സാറിൻ്റെ എഴുത്തുകളിൽ സാർ ഈ പണ്ടത്തെ മൂത്രം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ എഴുതുമ്പോൾ ഈ വിശുദ്ധി നഷ്ടപ്പെടുത്തുകയല്ലേ എന്നാണ്. അന്ന് ആ കാലത്ത് നിന്ന ഭാഷയുടെ ഒരു വിശുദ്ധി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ശുദ്ധി നഷ്ടപ്പെടുന്നോ എന്നൊരു തോന്നൽ അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കോർഡിനേറ്റർ മാറപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമല്ല. കാരണം നമ്മൾ ഒരു കാലത്ത് എങ്ങനെയാണ് പുസ്തകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഉപയോഗിക്കുന്നത് നേരായ കാര്യമാണെന്നും ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും നമുക്ക് പറയാൻ പറ്റില്ലോ. അതേപോലെ തന്നെ തീർച്ചയായിട്ടും കോർഡിനേറ്റർ എന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ കോർഡിനേറ്റർ ഒരേ സമയം ക്രിയേറ്ററുമായിട്ട് മാറണം. നമ്മുടെ സൗഖ്യത്തിനും എളുപ്പത്തിനും വേണ്ടി ചില കാര്യങ്ങളെ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതിന് പകരം ചെറിയ പ്രോംപ്റ്റിങ്ങിലൂടെ നമുക്ക് വിവരം കിട്ടുമായിരിക്കും. പക്ഷേ അതിനെ നേരത്തെ പറഞ്ഞ മൗലികമായ ഒരു ആശയമായിട്ട് മാറാൻ തീർച്ചയായിട്ടും ആ ക്രിയേറ്ററുടെ റോൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഉല എഴുതിയപ്പോൾ 8, 9, 10 നൂറ്റാണ്ടുകളിലെ ഭാഷയുടെ നമ്മുടെ മൊഴിയുടെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതേസമയം അതിനകത്ത് പല ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഭാഷ വേണ്ടാത്ത ഇടങ്ങളിൽ നമ്മൾ സാധാരണ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അതെ, നമ്മൾ സാധാരണ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷ ആ കാലഘട്ടത്തിൻ്റെ ഭാഷയാണ്. അത് ആ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പിന്നെ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ ധാരാളം ചർച്ചയിൽ വന്നല്ലോ. എനിക്ക് പലപ്പോഴും എഴുത്തുകാർക്കൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തോ ഒരു ഇമ്പാച്ചി എന്ന് പറഞ്ഞ് പേടിച്ചത്. എനിക്ക് യാതൊരു പേടി അതിനില്ല. പേടിച്ചാൽ നമ്മളുണ്ടാക്കുന്ന സാധനമാണിത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അതിലെന്ത് ഡാറ്റയാണ് ഫീഡ് ചെയ്യുന്നതെന്നാണ് പ്രശ്നം. കാരണം ഇതിന് പേടിയില്ലാതിരിക്കാൻ, കാരണം നമുക്ക് തടയാൻ പറ്റില്ല. മാത്രമല്ല, ഇനി മനുഷ്യൻ്റെ എവല്യൂഷൻ ജൈവികമായിട്ടുള്ള എവല്യൂഷനല്ല, ബുദ്ധിപരമായിട്ട് ഇങ്ങനെയുള്ള സൈബോർഗിൽ കൂടെയൊക്കെയുള്ള എവല്യൂഷനാണ് നടക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ കോർപ്പറേറ്റുകളും പിന്നെ ലാഭം ഉണ്ടാക്കാന്മാരുള്ള ആൾക്കാരും ചീത്ത കാര്യങ്ങൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത് ചെകുത്താൻ്റെ മാതിരി പെരുമാറും. അല്ല, മഹാത്മാഗാന്ധിയുടെയും കാറൽ മാർക്സിൻ്റെയും അംബേദ്കറൊക്കെ തത്വങ്ങളാണ് എ ഐക്ക് കൊടുക്കുന്നത് വെച്ചാൽ എ ഐനെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തെ ആൾക്കാരായിട്ടും കറക്റ്റായിട്ട് അവർ ഇതാക്കുന്നുള്ളതാണ്. കാരണം എന്ത് മൂല്യങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്.
അപ്പോൾ നമുക്ക് എയിനെ, കാരണം എനിക്കിത് പറയാൻ പ്രത്യേകിച്ച് കാര്യമുണ്ട്, ബാങ്കിൽ ഞാൻ ട്രേഡ് യൂണിയനിസ്റ്റായിട്ട് കമ്പ്യൂട്ടറിനെതിരായിട്ട് നിരാഹാര സമരം വരെ നടത്തിയവനാണ് ഞാൻ. ഇന്നിപ്പോൾ കമ്പ്യൂട്ടറില്ലാതെ അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു മണ്ടത്തരാണ് സത്യത്തിൽ. എല്ലാം നമ്മളെ വലിയ ലോകത്തേക്ക്, ഇന്ന് മനുഷ്യകുലം മുടിയാതിരിക്കണമെങ്കിൽ, മനുഷ്യന്മാരെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ ഈ വെച്ചിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒറ്റ നിമിഷം, പിന്നെ സിംഗപ്പൂരിലെ ആൾ, അയാൾ പറയുന്നത് ഈ ഉപയോഗിച്ചിട്ട് ബയോളജിയിലും വൈദ്യശാസ്ത്രത്തിലും ഇപ്പോൾ കോവിഡ് ഒക്കെ ഉണ്ടല്ലോ, കോവിഡ് മാതിരി വരാൻ സാധ്യതയുള്ള വൈറസിന് ഇപ്പം തന്നെ വാക്സിൻ ഉണ്ടാക്കി വെക്കാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു വിസ്മയകരമായ ലോകത്തെൻ്റെ മോനെ നീയൊക്കെ ജീവിക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടോ. ഞങ്ങളൊക്കെ പൂവപ്പിളക്കി അതുകൊണ്ട് ഇടയിൽ ആയുസ് നീട്ടി കിട്ടിയാൽ മാത്രമേ രക്ഷപ്പെടൂ. ഒരു കാര്യം കൊണ്ട് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ എഴുത്തുകാരൻ എഴുതുന്ന എഴുത്തിൻ്റെ ഒരു ജൈവികതയില്ലേ, ആ ഒരു ഓർഗാനിക് യൂണിറ്റി, അതൊരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എഴുത്തിൽ വരില്ല എന്നെനിക്ക് ഉറപ്പാണ്. നമ്മുടെയൊക്കെ വളരെ തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് എഴുതുന്നത്. ഈ ജീവിത അനുഭവങ്ങളൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനില്ല. ഒരു കാര്യം കൂടി, നേരത്തെ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലർ കേട്ടിരിക്കും IBM വാട്സൺ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വളരെയധികം ഡാറ്റ പ്രോസസ്സിംഗ് നടത്തുന്ന ഒന്നാണ്. അപ്പോൾ IBM വാട്സണിലുള്ളൊരു ഗുണം എന്താ വെച്ചെങ്കിൽ, ഒരു ഓങ്കോളജിസ്റ്റിന്, ഒരു ക്യാൻസർ രോഗ വിദഗ്ധനേക്കാൾ കൂടുതൽ കൃത്യതയോടുകൂടി ക്യാൻസർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ക്യാൻസർ രോഗ വിദഗ്ധനെ നിങ്ങൾ ഷീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ 80% ആണ് സാധ്യത പറയുന്നതെങ്കിൽ അതിലേക്ക് 90-95% സാധ്യത പ്രിഡിക്റ്റ് ചെയ്യാൻ IBM വാട്സൺ എന്ന് പറയുന്ന സിസ്റ്റത്തിന് പറ്റും. പക്ഷേ മുന്നിൽ വന്നിരിക്കുന്ന ഒരു രോഗിയെ നോക്കിയിട്ട് അയാളുടെ സാമ്പത്തികാവസ്ഥയും അയാളുടെ ഇമോഷണൽ കേപ്പബിലിറ്റിയും നോക്കിക്കൊണ്ട് ഇയാളെ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിനാണോ വിടേണ്ടത് അതോ റേഡിയേഷനാണോ കൊടുക്കേണ്ടത്, ഇയാളുടെ സാമ്പത്തികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴും IBM വാട്സൺ ആയിട്ടില്ല.